വരെയുള്ള ഓരോ മീറ്റിങ്ങിലാണെങ്കിലും ശരി, വിജയെ സംബന്ധിച്ചിടത്തോളം ഒരു ജനപ്രിയ നായകനാണ്. അതിനുള്ള ആളുകളും കാര്യങ്ങളൊക്കെ കൂടുന്നു എന്നുള്ളത് ഒരു ഭാഗം. പിന്നെ ഒരു രാഷ്ട്രീയമായിട്ട് ഒരു രാഷ്ട്രീയ നേതാവാണ്. അതിൻ്റെ പിന്നാലെ ഒരുപാട് ജനക്കൂട്ടമുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കം തന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീഷണി പോലെയുള്ള ഒരു ഭാഗമുണ്ട്. അത് മുതലാക്കിക്കൊണ്ട് അതിനെ അടിച്ചമർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ആസൂത്രണങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതായിട്ട് ആദ്യത്തെ മാനാട് തൊട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണല്ലോ ഇവർ അതിന് പൊതുജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലുള്ളൊരു ശനിയാഴ്ചയാക്കിയതും പുള്ളി. അപ്പോൾ പുള്ളി ഇതൊന്നും അറിയാതെ 200-250 കോടി രൂപ വരുമാനം നേടുന്ന ഒരു വ്യക്തി എല്ലാം വിട്ടിട്ട് ഞാൻ വരികയാണെന്ന് പറയുമ്പോൾ അത് പുള്ളി ഒരു രാഷ്ട്രീയമായിട്ട് ഒരു രാഷ്ട്രീയ തന്ത്രമോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു അറിവോ ഇല്ലാതെ ഒരിക്കലും വരില്ല. ആരെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് വരില്ല. കാരണം പടിപ്പടിയായിട്ട് അങ്ങനെ വളർന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ആ സംഭവം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കും ഭരണകക്ഷിക്കും എല്ലാത്തിനും ഒരു ഭയത്തെ കൊടുക്കുന്നത് കൊണ്ട് തികച്ചും പല സംഭവങ്ങളും ആദ്യ മാനാട് മുതൽ തന്നെ ഉള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസൂത്രണ കാര്യങ്ങളൊക്കെയാണ് സംഭവം. പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്. ഇവർ വന്ന് എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ സമയത്ത് 4-5 ദിവസത്തിന് മുമ്പല്ലേ മറ്റേ മുപ്പറുംപിഴ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി നടത്തി. അത് ഈ പറഞ്ഞ ആളുടെ കോട്ടയാണത്. അവിടെ അവർ മുപ്പറുംപിഴ എന്ന് പറഞ്ഞ സംഭവത്തിനകത്ത് അവർ പണം കൊടുത്ത് എത്രയോ പേരെ കൊണ്ടുവന്നതിൻ്റെ തെളിവുകളും മീഡിയാപരമായിട്ട് ഒരുപാട് പേര് വന്നു. അപ്പം അങ്ങനെ വന്ന സ്ഥലത്ത് അവരുടെ കോട്ടയിൽ ഇത്ര 30 വിഴ എന്ന് പറഞ്ഞ സംഭവം കളിയാക്കത്തക്ക രീതിയിൽ 30 പേർ വിഴ എന്ന് പറയുന്ന രീതിക്ക് തന്നെയായിരുന്നു ആൾക്കൂട്ടം. അപ്പം ആ ഒരു സ്ഥലത്ത് ഈ വിജയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ കൂട്ടിയ കൂട്ടത്തിന് അവിടെ വലിയൊരു മാറ്റം സംഭവിക്കും എന്നുള്ളത് വ്യക്തമായി അറിയാവുന്നവർ അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചനയുടെ കൂട്ടത്തിൽ തന്നെ ചെയ്തതായിട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിവുള്ളവന് കണ്ടാൽ മനസ്സിലാവും. കാരണം വിജയ് എന്ന ജനപ്രിയ നായകനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിക്ക് കാണേണ്ട ഒരു ജനപ്രിയ നായകൻ അയാളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന കൂട്ടം ജസ്റ്റ് ഒരു നിലയ്ക്കൊന്ന് കാണുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരിക്കും. ആ ആഗ്രഹത്തിന് മണിക്കൂറോളം കാത്തുകെട്ടി കിടന്ന ഒരു കൂട്ടത്തിൽ നിന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് ചെരുപ്പൂരി എറിയണമെന്നുണ്ടെങ്കിൽ അതവിടെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ആളുകളുടെ പ്രസൻസ് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ഈ ഓരോ സംഭവം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പൊതുവേ അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താ പറയുക, ആംബുലൻസ് വരിക, പ്രശ്നം ഉണ്ടാക്കുക സംഭവമാണ്. ഇത് കൃത്രിമമായിട്ട് കറക്റ്റ് സമയങ്ങളിൽ ആംബുലൻസ് വരുന്നു, സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേന് കറണ്ട് കട്ടാകുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളും സംഭവങ്ങളും ഒക്കെ വരുന്നു. അപ്പോൾ ഇത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഭയക്കുന്നുണ്ടോ എന്നുള്ളതിനേക്കാൾ ഉപരി ഭരണകക്ഷി ഇതിനെ കൂടുതലായിട്ട് ഭയന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ കാരണം അവർ കാശ് കൊടുത്തിട്ട് വരാത്ത സ്ഥലത്ത് കാശ് കൊടുക്കാതെ വരുന്ന ഒരു കൂട്ടത്തെ കാണുമ്പം ആർക്കാണെങ്കിലും ഭയം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവത്തിനകത്ത് 100% ജനങ്ങളെ അറിവുള്ളവർക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും ആസൂത്രണം തന്നെയാണ്. ഇത് കരുതിക്കൂട്ടിയുള്ള സംഭവമാണ്. കാരണം ഒരുപാട് ഇപ്പം സോഷ്യൽ മീഡിയയിലും സംഭവങ്ങളിലൊക്കെ വരുന്നുണ്ട്. അവിടെ സംഭവിച്ചത് ഇത്ര പേർക്കേ ഉള്ളൂ. പക്ഷേ ആശുപത്രിയിലേക്ക് ചെല്ലുന്ന ആ സമയങ്ങളിൽ ഒരുപാട് കൃത്രിമ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആശുപത്രിയിൽ മറ്റുള്ളവരെ പ്രവേശിക്കുന്നില്ല എന്നുള്ള പലതരത്തിലുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. പലതും സപ്പോർട്ടീവായിട്ടുള്ള ആളുകൾ പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആളുകൾ പറയുന്നതായിരിക്കാം. പക്ഷേ നമ്മൾ കുറച്ച് നന്നായിട്ട് ആലോചിച്ച് മനുഷ്യനെ ഒരു ചിന്തിക്കാനുള്ള ഒരു രീതിയിൽ ഒന്ന് ആലോചിച്ച് പറക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ള ഒരു വ്യക്തത തീർച്ചയായിട്ടും ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ വിജയുടെ ഭാഗത്ത് തെറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ നാട്ടിൽ ജീവിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ന് എനിക്ക് എവിടെയെങ്കിലും ഞാനൊരു സെലിബ്രിറ്റി ആണെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണാൻ പോകുന്നതിന് എനിക്ക് അവകാശമുണ്ട്. എന്നെ കാണാൻ വേണ്ടി വരാനുള്ള അവകാശം ജനങ്ങൾക്കുമുണ്ട്. അവർക്ക് അവരുടെ അവകാശമാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ആളെ ഞാൻ കാണാൻ പോകുന്നതിന് അവർക്കും അവകാശമുണ്ട്. അത് 5 പേരാകാം, 10 പേരാകാം, 1000 ലക്ഷങ്ങളോ ആകാം. അത് എൻ്റേതായ ഞങ്ങൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒരു പ്രസൻസിൻ്റെ രീതിയിലാണ് ആ സംഭവം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തു വന്നാലും ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഒരു കക്ഷി അടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പരിപാടി നടക്കുമ്പോൾ
അവിടെ ശരിക്കും പ്രൊട്ടക്ഷനും കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ കൊടുക്കേണ്ടത് ഭരണകക്ഷിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എതിർ പാർട്ടിയിലുള്ള നേതാവോ ആ സംഘടനയോ അല്ല അവർക്ക് വലുത്. ആ സംഘടനയിൽ അല്ലെങ്കിൽ ആ സംഘടനയുമായിട്ട് ബന്ധമില്ലാതെയോ അല്ലെങ്കിൽ ആ സംഭവം കേൾക്കാൻ നിന്നതായിട്ടുള്ള പൊതുജനങ്ങൾ, കാരണം ഇവർ സർക്കാർ ആകാൻ കാരണമായ വോട്ട് ചെയ്ത ആളുകൾ വരെ ആ കൂട്ടത്തിലുണ്ടല്ലോ. അതായത് ഇവർക്ക് വോട്ട് ചെയ്തിട്ടും ആളുകളായിരിക്കുമല്ലോ ഇപ്പം മാറി വേറെ അഭിപ്രായത്തിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവരെ വോട്ട് ചെയ്ത ജനങ്ങളെ സംരക്ഷിക്കാതെ വിട്ടതിൽ ശരിക്കുമുള്ള വീഴ്ച ഗവൺമെൻറ്റിന് സംഭവിച്ചിട്ടുണ്ട്. അത് 100% ഉറപ്പാണ്. ഈ സംഘടനാപരമായ വിജയുടെ നേതൃത്വപരമായ അല്ലെങ്കിൽ വിജയുടെ കഴിവുകേടാന്ന് ഇപ്പോൾ പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാൻ കഴിയില്ല. കാരണം ആദ്യത്തെ മാനാടിൽ തന്നെ പുള്ളി ഏറ്റവും കൂടുതൽ സ്ത്രീ സമ്പന്നനാണ്. അതായത് ഏറ്റവും കൂടുതൽ കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും സംഭവമുള്ള അത്രത്തോളം അവകാശത്തോടെ അണ്ണനാണ് മാമനാണെന്നൊക്കെ പറഞ്ഞ് അവകാശം കൊള്ളത്തക്ക രീതിയിലുള്ള ഒരു ജനപ്രിയം നേടിയ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ആദ്യമേ പറഞ്ഞപ്പോൾ തൊട്ട് പുട്ടിമുട്ടി ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പുള്ളിയുടെ പ്രചാരണത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന സംഭവം തന്നെ ഗർഭിണികൾ വരരുത്, അംഗവൈകല്യമുള്ളവർ വരരുത്, പ്രായമുള്ളവർ വരരുത്, കുട്ടികളെ കൊണ്ടുവരരുത് എന്നുള്ള സംഭവം ആദ്യം പറയുന്നതിൻ്റെ കാര്യം അതിനുള്ള അറിവ്, പുള്ളിയെ കാണാനുള്ള ആളുകൾ അത്രത്തോളം തിക്കും തിരക്കും സംഭവങ്ങളൊക്കെ വരും. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അവിടെ ഒരു എന്തെങ്കിലും നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെ ഉണ്ടാവും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു മുതൽക്കൂട്ടായിട്ട് ആ വിഷയം അത്രയും പ്രചരിപ്പിച്ച ഒരു വ്യക്തി അറിവില്ലാതെയോ അല്ലെങ്കിൽ ഒരു പ്ലാനില്ലാതെയോ ഒരു സംഭവം മുന്നോട്ട് കൊണ്ടുപോവില്ല. അപ്പോൾ ഇത് തികച്ചും യാദൃശ്ചികമാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഈ വിജയിയെ ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യണമെന്ന് അഭിപ്രായമുണ്ടോ? അതിന് ഒബ്ജക്ഷനാണ്. സംഭവം എന്നെക്കൊണ്ട് അതിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഇന്ന് ഒരു ജനപ്രിയ നായകനാണ്. ആ ജനപ്രിയ നായകന് ഇപ്പോൾ അതായത് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ അംഗീകരിക്കാൻ കഴിയുന്നില്ല, ഇവരിങ്ങനെയാണ് കൂത്താടിയാണെന്നൊക്കെ ഉള്ളൊരു സംഭവത്തെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല എങ്കിലും ഒരു ജനപ്രിയ നായകനാണ്, ഈ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ള ഒരു വ്യക്തിയാണ്. ഈ ഗവൺമെൻറ് കയറാൻ ഒരുപക്ഷെ ബൈ ചാൻസ് പുള്ളിക്കാരന് വോട്ട് ചെയ്തത് ഒരു വ്യക്തിയായിരിക്കും. ഈ രാഷ്ട്രീയം തുടങ്ങുന്നതിന് മുമ്പ് ഈ പുള്ളിക്കാരന് വോട്ട് ചെയ്തായിരിക്കും, ചിലപ്പോൾ ഈ പാർട്ടിക്ക് തന്നെയായിരിക്കും വോട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലും ഇവർ കണക്കാക്കുന്നില്ല. അതേപോലെ തന്നെ ലക്ഷങ്ങൾ ജനങ്ങളും ഈ സംഭവം ഇവരെ കാണാൻ വേണ്ടി പുതിയ രാഷ്ട്രീയം തുടങ്ങിയപ്പോൾ അവർക്ക് അഭിപ്രായം തോന്നി ആ ജനക്കൂട്ടം അവിടെ വന്നു. ആ ജനക്കൂട്ടത്തെ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഗവൺമെൻറ്റിനാണ് തെറ്റ്. അല്ലാതെ അവിടെ ഒരു വ്യക്തി ഞാൻ വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഞാനാണ് അതിൻ്റെ ഉത്തരവാദി എന്നുള്ള ഒരു സംഭവത്തെക്കുറിച്ച് എനിക്കത് പരാതിപ്പെടാനോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നമുക്ക് കുറ്റപ്പെടുത്താനോ കഴിയാത്ത ഒരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും സ്റ്റാലിൻ ഭയപ്പെടുന്നു എന്നുള്ളതിനേക്കാളും ആ ഒരു നേതൃത്വം ഭയപ്പെടുന്നുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, സാമ്പത്തികമായി പലതരത്തിലുള്ള ഒരു മുൻകൈ എടുത്തുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ആളുകളെ കൂട്ടാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ അവനവൻ്റെ കയ്യിലെ കാശ് ചിലവാക്കി അവനവൻ്റെ മുതൽ മുടക്കി പണിയും വിട്ടിട്ട് ഇത്രയും കൂട്ടം കൂടുമ്പോൾ തീർച്ചയായിട്ടും ഭയക്കും. പ്രത്യേകിച്ച് ആ ഒരു നേതൃത്വത്തിലുള്ള ആ നേതാവ് പറയുന്ന ഒരു വാക്കുണ്ട് പ്രത്യേകം, അത് ജനങ്ങളെ ആകർഷിക്കുന്ന, ജനങ്ങൾ ആഗ്രഹിക്കുന്നതുമാണ്. ഇട ദിവസങ്ങളിൽ സംഭവം ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ പണി മെനക്കെടും, നിങ്ങളുടെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് പലരും പണിക്ക് പോകത്തില്ല. ഞാൻ വരുന്നു എന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾ കാണാൻ വരും. അപ്പോൾ നിങ്ങൾക്കത് നഷ്ടമാണ്. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ നാട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ കണ്ടാൽ മതി, തിക്കും തിരക്കും കൂട്ടരുത്, വയ്യാത്തവർ വീട്ടിലിരുന്ന് കാണുക, ഞാൻ എന്തായാലും നിങ്ങളുടെ പ്രദേശത്ത് ഞാൻ വരുമല്ലോ എന്നുള്ള രീതിയിൽ അത്രയും വ്യക്തമായിട്ടൊരു അറിവോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ നമുക്ക് കുറ്റം പറയാൻ പറ്റും? തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാകാനുള്ള ഒരുപക്ഷെ ഞാൻ പറയാം, തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി വിജയ് ആകാൻ ചാൻസ് ഉണ്ടാകുമെങ്കിൽ, ഞാനൊരു പ്രജയാണല്ലോ, അപ്പോൾ ഉണ്ടാകുമെങ്കിൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം DMKയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ വീഴ്ചകൾ മാത്രമായിരിക്കും. പിന്നെ അതിൻ്റെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഒരു വീഴ്ചകൾ ഒരുപാടുണ്ട്. DMK ഭരണത്തെ തന്നെ വീഴ്ചപ്പെടുത്താനുള്ള രീതിയിലുള്ള അതിക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ കയ്യിലെടുക്കുന്ന രീതിയിലുള്ള ഒത്തിരി ജനങ്ങളെ ഒത്തിരി ദ്രോഹിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകളാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ശരിക്കും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെയല്ലേ വിജയുടെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ഒരു അഭിപ്രായത്തിൽ ആളുകൾ കൂടുന്നത്. അപ്പോൾ
ഈ ഒരു ഇവിടുത്തെ ഈ കരൂരിൽ നടന്ന ആ ഒരു വിപത്ത് അത് തികച്ചും ആസൂത്രമാണ് എന്നുള്ള സംഭവം തെളിയിക്കപ്പെട്ടാൽ വിജയ്ക്ക് പ്രചാരണത്തിന് ഇറങ്ങാതെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഭരണത്തിലെത്താൻ കഴിയുമെന്നുള്ളത് എൻ്റെ അറിവിലൂടെ എൻ്റെ അഭിപ്രായമാണ്. ഈ തമിഴ്നാട്ടിൽ ഏറ്റവും അധികം ഫാൻസ് ഉള്ള ആളാണ് വിജയ്, നടൻ എന്നുള്ള നിലയിൽ. ഈ ഫാൻസിൻ്റെ എല്ലാ വോട്ട് വിജയുടെ പാർട്ടിക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇന്നുവരെ വന്നിരിക്കുന്ന സകല ആളുകളും ആ വ്യക്തിയെ ആദ്യം കണ്ടതുപോലെ കാണുന്നു, അല്ലെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി കാണുന്നു. അതിനുവേണ്ടി ആരും തന്നെ ഇന്ന് എത്രയോ സ്ഥലങ്ങളിൽ പണവും കാര്യങ്ങളും സംഭവങ്ങളും നേതൃത്വം മുടക്കിയിട്ട് പോലും പല കൂട്ടത്തിനും നമ്മൾ അത്രത്തെ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും രാഷ്ട്രീയ ഒരു റാലിയോ സമ്മേളനമോ ആകുവാണെങ്കിൽ അവരെ അവിടം വരെ എത്തിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവർക്കും അറിവുണ്ട്. അപ്പോൾ ഇതൊന്നും റിസ്ക് എടുക്കാതെ ആ ആൾ മാത്രം അവിടെ വന്നാൽ മതി, ഞങ്ങളെല്ലാം അവിടെ ഉണ്ട് എന്നുള്ള ഒരു കൂട്ടം പിന്നിൽ വരുമ്പോൾ അതെന്തുകൊണ്ട് വോട്ടായി മാറില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വോട്ടായി മാറില്ല അല്ല, എന്തുകൊണ്ട് വോട്ടായി മാറില്ല? അപ്പോൾ തീർച്ചയായിട്ടും വോട്ടായി മാറുമെന്നാണ്. തീർച്ചയായിട്ടും വോട്ടായി മാറും. ആ കൂട്ടത്തിൽ വന്ന് ഈ വിജയുടെ അഭിപ്രായം പറയുന്ന ആ വ്യക്തിയെ അഭിപ്രായപ്പെടുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഫാൻസ് ആയിട്ടുള്ള വ്യക്തികൾ, ആ വ്യക്തിയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിക്കല്ലാതെ മാറ്റി വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇത്രത്തോളം ഇതിനെ വിജയുടെ ഈ പ്രോഗ്രാം ഈ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ ആരംഭിച്ചത് മുതൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. ഈ വിജയുടെ തന്നെ വിർച്വൽ വാരിയേഴ്സ് എന്നുണ്ട്, അതേ IT വിങ് ഉണ്ട്. ഈ സംഭവത്തിൻ്റെ സകലമാന സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഒരുപാട് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാച്ച് ചെയ്യുമ്പോൾ സംഭവം പറഞ്ഞാൽ ഇന്നൊരു വ്യക്തി, ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ന് പറയുന്ന നിലപാട് പറഞ്ഞ ശേഷം അരമണിക്കൂറിനുള്ളിൽ തന്നെ ആ ആളുടെ ചരിത്രം ഫുള്ള് എടുത്ത് ഇന്ന സ്ഥലത്ത് ഇന്നത് പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു സെറ്റപ്പാണ് ഇപ്പോൾ IT വിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ടെക്നോളജി ആയിട്ടുള്ള ഒരു ഭാഗം പുള്ളിയുടെ കയ്യിലുണ്ട്. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ഇപ്പോൾ ഗവൺമെൻറ്റിനാണെങ്കിലും ഒരു IT വിങ് ഉണ്ടല്ലോ. ആ IT വിങ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഫണ്ടുണ്ട്. ആ ഫണ്ട് വിനിയോഗിച്ച് ഗവൺമെൻറ് ചെയ്യുന്ന പ്രയോജനങ്ങളും അതായത് വികസനങ്ങളും കാര്യങ്ങളൊക്കെ പരസ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അതിന് ഒരു ഫണ്ട് മാറ്റി വെക്കുന്നു, നിലവിലുള്ളതല്ലേ. അപ്പോൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളോ ഗവൺമെൻറ്റിനേക്കാൾ അപ്പുറമായിട്ട് ഇതിൽ എത്ര പേര് ഫാൻസോ അല്ലെങ്കിൽ ആ ഒരു സംഘടനയിലെ പ്രവർത്തകരായിട്ടുണ്ടോ അതിൽ 90% ആളുകൾ ശരിക്കും പറഞ്ഞാൽ IT വിങ്ങിലുള്ള ആൾ. അത്രത്തോളം അറിവോടുകൂടി ന്യൂ ജനറേഷനാണ്. അതായത് എന്തും ഏതും സംഭവം വിരൽത്തുമ്പിൽ കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലുള്ള IT വിങ്ങിലുള്ള ഒരുപാട് സ്റ്റുഡൻസും ശരി, അതുപോലെ അത്രമാത്രം അറിവുള്ള ആളുകളും ഇതിൻ്റെ കൂടെ ഉള്ള കാരണം കൊണ്ട് തീർച്ചയായിട്ടും എന്ത് സംഭവിച്ചാലും ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദപ്പെട്ട ആളുകളെ കണ്ടെത്താനും അവർക്ക് കഴിയും, ഇത് വോട്ടായി മാറ്റാനും കഴിയും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 70% വിജയ് ഭരണത്തിൽ വരാനും 99% പ്രതിപക്ഷത്തിലെത്താനും ചാൻസുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.